പ്രിയമുള്ള സുഹൃത്തുക്കളെ, തിരുവനന്തപുരം ജില്ലയിൽ വെള്ളനാട് എന്ന് പറയുന്ന സ്ഥലത്ത് മിത്രാനികേതൻ എന്ന് പറയുന്ന സ്ഥാപനത്തിന് തൊട്ടായിട്ട് ഒരു 75 സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കായിട്ട് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു നല്ല രീതിയിലുള്ള ഹോസ്പിറ്റൽ വരുന്നതിൻ്റെ തൊട്ടടുത്താണ് ഈ സ്ഥലം നിൽക്കുന്നത്. ഈ സ്ഥലം താല്പര്യമുള്ളവർക്ക് സമീപിക്കാൻ. ഇവിടെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വെട്ടുകല്ലിൻ്റെ മണ്ണ് പോലത്തെ മണ്ണാണ്. ഈ മണ്ണ് തന്നെ ഇപ്പോൾ കൂട്ടിക്കുഴച്ചുകൊണ്ട് നമുക്ക് ബിൽഡിങ്ങിന് ആവശ്യമായ ഇഷ്ടികയും മറ്റും ഒക്കെ ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ വീട് നിർമ്മിക്കാൻ, ഇനി അതല്ല അതിനേക്കാൾ നന്നായിട്ട് നല്ലൊരു വീടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതും നിർമ്മിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. ഇതിനകത്തേക്ക് വഴിയുണ്ട്, തൊട്ട് തന്നെ നമുക്ക് ടാറിട്ട റോഡുണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ സ്ഥലമാണ് ഇത്. ഏറ്റവും അടുത്ത് തന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഹോസ്പിറ്റൽ ഇവിടെ എത്രയും പെട്ടെന്ന് തന്നെ സ്ഥാപിതമാവുന്നതാണ്. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അടുത്ത് തന്നെ അതിൻ്റെ ക്ലിനിക്ക് ഓപ്പൺ ആവും. അതിനുശേഷം പ്രധാനപ്പെട്ട ഹോസ്പിറ്റലും വരുന്നതാണ്. അപ്പോൾ ഈ ഹോസ്പിറ്റലിനോട് ചേർന്നാണ് ഈ ഭൂമി നിലകൊള്ളുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആർക്കെങ്കിലും ഭൂമി വാങ്ങി വീട് വയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാനായിട്ട് സമീപിക്കാം. ഇത് പ്ലോട്ടായിട്ടാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് വന്ന് താല്പര്യപ്പെടുന്ന രീതിയിലുള്ള വസ്തു ഏത് വേണമെന്നുണ്ടെങ്കിലും നോക്കി ഇഷ്ടപ്പെടുന്ന സംഗതി വാങ്ങാവുന്നതാണ്. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. ഓക്കെ. ഇവിടെ ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സ്ഥലത്തിന് ചുറ്റും ധാരാളം മരങ്ങളുള്ള ഒരു ഏരിയയാണിത്. ഇഷ്ടംപോലെ മരങ്ങൾ. അതുകൊണ്ട് തന്നെ കിഴക്കെന്നോ പടിഞ്ഞാറെന്നോ വെയിലടിക്കുന്നത് വളരെ ചുരുങ്ങിയ സമയത്ത് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ നട്ടുച്ചയ്ക്ക് മാത്രമേ ഇവിടെ നമ്മളുടെ ഈ സ്ഥലത്ത് വെയിലടിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ജീവിക്കാൻ വളരെ സുഖമായിരിക്കും. നല്ല ഫ്രഷ് എയർ ഉണ്ട്. അധികം പൊല്യൂഷനൊന്നും എത്താത്തൊരു സ്ഥലമാണ്. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഏറ്റവും നല്ല സ്ഥലം. എന്നാൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സത്യം എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ നിന്ന് ഒരു 500 മീറ്റർ മാറിയാൽ വെള്ളനാട് KSRTC ബസ് സ്റ്റാൻഡാണ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ ടൗൺ എന്ന് പറയുന്ന ഇവിടെ നിന്ന് ഒരു 500 മീറ്റർ മാറിയാൽ ടൗണിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയും. അപ്പോൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ടൗണാണോ ചോദിച്ചാൽ ടൗണാണ്, എന്നാൽ ടൗൺ അല്ലേ ചോദിച്ചാൽ ടൗൺ അല്ല. ശരിക്കും വില്ലേജിൻ്റെ ഒരു പ്രതീതിയാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഒക്കെ ഏകദേശം ഗ്രാമീണരെ പോലെയാണ് എല്ലാവരും ഉള്ളത്. അത് മാത്രമല്ല, ഇവിടുത്തെ ഗ്രാമീണരുടെ കാര്യം അറിയാലോ, നിഷ്കളങ്കരായിരിക്കും. അപ്പം അങ്ങനെയുള്ള എല്ലാ പ്രത്യേകതകളും ഉണ്ട്. അത്തരം കാര്യങ്ങളുമായിട്ട് സഹകരിക്കാനോ താല്പര്യമുള്ള ആളുകൾക്കാണ് ഇത് യോജിക്കുക. അല്ലാതെ ഫ്ലാറ്റ് ജീവിതം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതെന്തായാലും ഒരിക്കലും ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല. ഇതൊരു പക്ഷേ നാളെ ഒരു ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമായി മാറിയേക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ. എന്നാലും നമുക്ക് ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഹോസ്പിറ്റലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ സ്ഥലത്തിൻ്റെ ഈ കാര്യങ്ങളൊക്കെ ശരിക്കും മാറും. അപ്പോൾ ഹോസ്പിറ്റൽ വരുന്നതോട് കൂടിയിട്ട് തന്നെ ഈ സ്ഥലത്തിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഇതിൻ്റെ ചുറ്റുമുള്ള ഈ മരങ്ങളും മറ്റ് സൗകര്യങ്ങളൊന്നും ഒരിക്കലും പോകില്ല. കാരണം ഇത് മിത്രാനികേതൻ്റെയാണ് ഇതിന് ചുറ്റുമുള്ള സ്ഥലം. അതുകൊണ്ട് തന്നെ ആ മിത്രാനികേതൻ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ മരങ്ങളും ഈ അന്തരീക്ഷവും ഈ ആവാസ വ്യവസ്ഥയും ഈ സാഹചര്യങ്ങളും അതെല്ലാം നമുക്ക് ജീവിക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ സമീപിക്കുക. ഓക്കെ.